സീബാസ് ഫിഷ് നമ്മൾ ഗ്രില്ല് ചെയ്യുകയാണ്. പുറത്ത് വെച്ചിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്തൊരു ഐഡിയ, ഞാനിത് എൻ്റെ മസാല പുരട്ടി ഇതൊക്കെ പാക്ക് ചെയ്യുമ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടി വാഴയിൽ പൊതിഞ്ഞു, എന്നിട്ട് ഫോയിൽ പേപ്പറിലും കൂടെ പൊതിഞ്ഞിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സ്റ്റാൻഡിൽ വെച്ചിട്ട് സ്റ്റൗ ഇപ്പോൾ രണ്ടെണ്ണം ഓണാക്കിയിട്ടുണ്ട്. രണ്ടടുപ്പ് ഓണാക്കിയിട്ട് രണ്ടടുപ്പ് ഓണാക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിനി ആയിക്കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ സ്ലിമ്മിൽ വെച്ചും ഫുള്ളാക്കിയിട്ടും പിന്നെ അങ്ങനെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. കറക്റ്റ് അരമണിക്കൂറായി. എനിക്ക് തോന്നുന്നത് വെന്തിട്ടുണ്ടാവുമെന്നാണ്. എന്തായാലും നമുക്കത് ഓഫാക്കാം. ഇനി ഇത് ഗ്രില്ലിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ചൂടിൽ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ, എന്നിട്ട് പിന്നെ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് എന്തായാലും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ ബാക്കി എടുക്കാൻ നല്ലത്. എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. ചൂടുണ്ട്. അരമണിക്കൂറാണ് വെച്ചത്. എന്തായിട്ടുണ്ടെന്ന് നോക്കട്ടെ. പോരെങ്കിൽ നമ്മൾ ഒന്നും കൂടെ വെക്കേണ്ടി വരും. ഓ, ഫിഷ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കാരണം വാഴയില ഉണ്ടായിരുന്നില്ല, ഒരില ഉണ്ടായിരുന്നുള്ളൂ, അത് അടിയിൽ വെച്ചു. ഓ, വാഴയിലൊക്കെ കരിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നന്നായിട്ട് ഫിഷ് വെന്തിട്ടുണ്ട്. ഇത് പോർക്കെടുത്തിട്ട് കണ്ടോ, നോക്ക് എന്താ നോക്ക്, എല്ലായിടും നോക്ക്. ഇതിവിടെയൊക്കെ കണ്ടോ ഇങ്ങനെ കരിഞ്ഞ പോലായി. ഇത് വാഴയിലിരിക്കുന്ന കാരണം ഇതൊന്ന് മറിച്ചിട്ട് നോക്കട്ടെ. പിന്നെ എന്നെ പ്ലേറ്റിലേക്ക് മാറ്റായിരുന്നു അല്ലേ? കണ്ടോ, ഇത് 30 മിനിറ്റ്സ് ടൈം ഓക്കെയാണ്. പക്ഷേ ഇതിൽ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് തന്നെ വേണമായിരുന്നു. ഞാൻ ഇടയ്ക്ക് കുറയ്ക്കുകയും പിന്നെ ഇടയ്ക്ക് കൂട്ടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കൂട്ടിയും കുറച്ചും അങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെച്ചിട്ട് 30 മിനിറ്റ്സ് ആണെങ്കിൽ എന്നിട്ട് ഇപ്പോൾ ഇതായത് കൊണ്ടുണ്ടാവും. ഇതിൻ്റെ പുറത്തും ഈ ഭാഗത്ത് വാഴയില ഉണ്ടായില്ല. മാത്രമല്ല ഞാൻ വെച്ചപ്പോൾ ഈ ഭാഗത്ത് ഇച്ചിരി കഴിഞ്ഞു. പക്ഷേ ഇവിടെ മസാലയുടെ ചുവയൊന്നുമില്ല. വെന്തിട്ടുമുണ്ട്, നന്നായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്ത പോലെ അല്ലല്ലോ ഗ്രില്ല് ചെയ്യുമ്പോൾ. ബാക്ക് സൈഡൊക്കെ നന്നായിട്ടിട്ടുണ്ട്. പക്ഷേ അത് തീ കുറച്ചാൽ മതി.